എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ കാര്യങ്ങളിൽ വിചിന്തനം ചെയ്യുന്നത് ആഴ്ചഫലത്തെക്കുറിച്ചാണ്. 2024 മെയ് മാസം 19-ാം തീയതി മുതൽ 25-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലമാണ് പറയുന്നത്. മലയാള കണക്കനുസരിച്ച് കൊല്ലവർഷം 1199 ഇടവമാസം 5-ാം തീയതി മുതൽ 11-ാം തീയതി വരെ. പ്രധാനമായിട്ടുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചുകൊണ്ടാണ് പറയുന്നത്. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പല വിധത്തിലുള്ള അഭിവൃദ്ധികളും നേട്ടങ്ങളും വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. എന്നിരുന്നാലും വാക്കുകൊണ്ടൊക്കെ ജോലി ചെയ്യുന്നവർ, അതായത് അഡ്വക്കേറ്റുമാർ, അധ്യാപകർ, മറ്റ് പത്രപ്രവർത്തകർ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, അങ്ങനെയൊക്കെയുള്ളവർക്ക് വളരെ അഭിവൃദ്ധികരമായ ഒരു നല്ല ആഴ്ചയാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും വളരെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരുകയും ചെയ്യും. വാഹന സംബന്ധമായിട്ടും കുടുംബപരമായിട്ടും പൊതുവെ നല്ല ഒരു ആഴ്ചയാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരുന്നതുമാണ്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും മകയിരവും കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. കണ്ടകശനിയൊക്കെയുള്ള സമയമാണ് എങ്കിലും രാശ്യാധിപൻ കൂടിയായ ശുക്രൻ വ്യാഴത്തിനോട് യോഗം ചെയ്ത് രാശിയിൽ സ്ഥിതി ചെയ്യും. അങ്ങനെ വരുന്ന ഈ സന്ദർഭങ്ങളിൽ പൊതുവെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഈ ആഴ്ച സൂചനയുണ്ട്. കൃത്യസമയത്ത് അസുഖങ്ങൾ ആരംഭത്തിൽ തന്നെ ചികിത്സ തേടേണ്ടതാണ്. തൊഴിൽ രംഗത്ത് വിജയങ്ങൾ വന്നു ചേരും. സാമ്പത്തിക അഭിവൃദ്ധിയും വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നു പെടുന്നതിന് സൂചനയുണ്ട്. കൗമാരപ്രായക്കാർക്കും യൗവനത്തിലുള്ളവർക്കും ഒക്കെ ഏതെങ്കിലും തരത്തിൽ എതിർലിംഗക്കാരുമായിട്ട് കൂട്ടിച്ചേർത്ത് ഒരു മാനാപമാനങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കുക. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, ശത്രുക്കളെ വർദ്ധിക്കാതെ നോക്കുകയും വേണം. സുഹൃത്തുക്കൾ മുഖാന്തരവും സഹോദരസ്ഥാനീയർ മുഖാന്തരവും ഒക്കെ ചില സഹായങ്ങൾ ലഭിക്കുമെങ്കിലും ചില നഷ്ടങ്ങളും സൂചകമാണ്. വന്നു ചേരുന്ന ധനത്തിന് അധിക ചെലവുകൾ സൂചിപ്പിക്കും. വളരെ ശ്രദ്ധയോടുകൂടി വേണം സാമ്പത്തിക കാര്യങ്ങൾ കുടുംബത്തിൽ കൈകാര്യം ചെയ്യുവാൻ. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. അവരെ സംബന്ധിക്കുന്നിടത്തോളം ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. അപ്രതീക്ഷിതമായ ധനാഗമന യോഗമുണ്ട്. സാഹിത്യരംഗത്തും കലാരംഗത്തും അതുപോലെ അനവധിയായ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ചെയ്യുക, സിനിമ രംഗത്ത് പ്രവർത്തിക്കുക, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് TV പ്രോഗ്രാമുകളുടെ പ്രസൻറ്റേഷനൊക്കെ ചെയ്യുന്ന അവതാരികമാർ, അവർക്കൊക്കെ വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും നല്ല ഒരു സമയം. തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരും. തൊഴിൽ സ്ഥാനത്ത് രാഹുവും ചൊവ്വായും കൂടെ യോഗം ചെയ്ത് നിൽക്കുന്നു. അത് ധനസ്ഥാനാധിപൻ കൂടിയായതിനാൽ തൊഴിൽ ചെയ്ത് ധനം നേടുമെന്നുണ്ട്. ചൊവ്വായ്ക്കും അതുപോലെ തന്നെ രാഹുവിനും പ്രീതികരമായിട്ട് ഉള്ള കാര്യങ്ങൾ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ ചെയ്യുക. വിജയങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് വിജയം വന്നു ചേരുന്നതിനും സൂചന. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ രാശിക്കാർക്ക് പൊതുവെ ആരോഗ്യം തൃപ്തികരമാണ്. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. കാർഷിക രംഗത്തൊക്കെ ഉള്ളവർക്ക്
നല്ല ആദായം ലഭിക്കുന്നതിനും വിളവെടുപ്പിനൊക്കെയുള്ള സമയമാണ്. അതുപോലെ മെഡിക്കൽ രംഗത്ത് ആയാലും IT മേഖലകളിലായാലും മറ്റ് ഗവൺമെൻറ് ജോലികളൊക്കെ ചെയ്യുന്ന അധ്യാപകരൊക്കെ ആയാലും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ്. പ്രൊമോഷൻ വന്നു ചേരുകയോ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുകയും കിട്ടാനുള്ള പൈസ കുടിശ്ശിക തീർത്ത് കിട്ടുന്നതിനുമൊക്കെ യോഗമുള്ള സന്ദർഭം. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലമാണ്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ രാശിക്കാർക്ക് ഇപ്പോൾ പൂർണ്ണമായ ദൈവാധീനം വന്നിരിക്കുന്നു. തൊഴിൽ രംഗത്ത് ഒന്നിലധികം വരുമാനങ്ങൾ ആരംഭിക്കുവാൻ ഈ ആഴ്ച യോഗമുണ്ട്. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായാലും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയും ചില കടമ്പകൾ കടക്കുന്നതിനായിട്ട് അശ്രാന്ത പരിശ്രമത്തിൻ്റെ ആവശ്യമാണ്. പരിശ്രമത്തിനനുസരിച്ച് വേതനം ലഭിച്ചില്ല എങ്കിലും അധികാരം പിന്നീട് വരുന്നതിന്, അധികാരം ലഭിക്കുന്നതിന് അല്ലെങ്കിൽ പ്രൊമോഷൻ ലഭിക്കുന്നതിന് ഒക്കെ പിന്നീട് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു മെറിറ്റ് ലഭിക്കുന്നതിനുള്ള സൂചനയുണ്ട്. പല കാര്യങ്ങളിലും വിജയിക്കുവാനായിട്ട് സാധിക്കും. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വളരെ ശ്രദ്ധിക്കുക. ശത്രുക്കൾ വർദ്ധിക്കാതെ നോക്കും. വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ നല്ല സമയമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് ചില ക്ലേശങ്ങളൊക്കെ സൂചകവുമാണ്. കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഇവർക്ക് ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ട സന്ദർഭമാണ്. ഏതെങ്കിലും തരത്തിലൊരു അപകീർത്തി ഉണ്ടാകുവാൻ സൂചനയുണ്ട്. പ്രത്യേകിച്ച് യുവതി യുവാക്കൾക്കും മധ്യവയസ്കർക്കുമൊക്കെ പണം കൊടുക്കുന്ന കാര്യത്തിലും വാങ്ങുന്ന കാര്യത്തിലും മറ്റ് ഏതെങ്കിലും രീതിയിൽ ഒക്കെ ഇടപാടുകൾ നടത്തുന്നവർ, എഗ്രിമെൻറ്റുകൾ പേപ്പറുകളിൽ ഒപ്പുവയ്ക്കുന്നവർക്കൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സപ്തമഭാവമായ മീനം രാശിയിൽ രാഹുവും ചൊവ്വയും സ്ഥിതി ചെയ്യുന്നതിനാൽ ദാമ്പത്യ ജീവിതത്തിലും ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം. ജീവിത പങ്കാളിക്ക് ഒരു ഏതെങ്കിലും തരത്തിൽ അസുഖങ്ങൾ ഉണ്ടാകുന്നതിനോ അതുവഴി സാമ്പത്തിക അധിക ചെലവുണ്ടാകുന്നതിനുമൊക്കെ സൂചനയുണ്ട്. തൊഴിൽ വിജയങ്ങൾ വന്നു ചേരുകയും അപ്രതീക്ഷിത ധനാഗമന യോഗവും ഉണ്ട്. വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടുമൊക്കെ പൊതുവെ നല്ല ഒരു ആഴ്ച. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരുന്നതുമാണ്. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിരയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഇവർക്ക് ദൈവാധീനം ഒരു അല്പം കുറഞ്ഞിരിക്കുന്ന ആഴ്ചയാണ്. എന്നിരുന്നാലും 9ാം ഭാവ അധിപനായ ബുധൻ ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപനാണ്. ആ ബുധൻ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ അധിക രോഗാവസ്ഥകളൊന്നും സൂചകമല്ല. ഏതെങ്കിലും തരത്തിൽ കുടുംബത്തായാലും സമൂഹത്തിലായാലും തൊഴിൽ ചെയ്യുന്ന രംഗത്തായാലും ഒരു ഉയർച്ച വന്നു ചേരുന്നതിനും ഒരു അംഗീകാരം ലഭിക്കുന്നതിനും സൂചനയുണ്ട്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും കൂടെ നിർത്തുവാനായിട്ട് സാധിക്കും. അധിക ദേഷ്യം പാടില്ല, അധിക സാഹസികതയും പാടില്ല. കുടുംബത്തിൽ നിന്ന് ഭൂമി വന്നു ചേരുന്നതിനോ പഴയ ഒരു ഗൃഹവും കൂടി ഉള്ള പുരയിടം വന്നു ചേരുന്നതിനുമൊക്കെ, അല്ലെങ്കിൽ ഒരു ഗൃഹവും പുരയിടവും വാങ്ങുന്നതിനുള്ള യോഗവും ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിദേശത്തായിരിക്കുന്നവർക്ക് ചില ക്ലേശങ്ങളൊക്കെ സൂചകമായതിനാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതീവ ജാഗ്രത ആവശ്യമാണ്. വൃശ്ചികം രാശിക്കാർക്ക് ഇപ്പോൾ ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. രാശ്യാധിപന്റെ സ്ഥിതി കൊണ്ടും വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ബുധൻ്റെയും ഒക്കെ സ്ഥിതി കൊണ്ടും വളരെ ഐശ്വര്യപ്രദമായ ഒരു ആഴ്ചയാണ്. ആരോഗ്യം പൊതുവെ മെച്ചപ്പെടുന്ന ഒരു സമയം. പല വിധത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്ന് മുക്തി നേടുവാൻ സാധിക്കുന്ന സമയം. അധികാര രംഗത്ത് നിന്ന് ഒരു സഹായം ലഭിക്കുന്ന ഒരു സമയം. കുടുംബത്തിൽ നിന്നായാലും സുഹൃത്തുക്കളിൽ നിന്നായാലും ഒക്കെ നല്ല ഒരു സഹായ മനസ്കത ഉണ്ടാകുന്നതിന് സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ നല്ല ഒരു വാരമാണ്.
വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ല ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയം വന്നു ചേരും. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുവാൻ സൂചനയുണ്ട്. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ ദൈവാധീനം ഒരു അല്പം കുറഞ്ഞിരിക്കുന്നു. എങ്കിലും ഭാഗ്യാധിപൻ്റെ സുഖസ്ഥാനസ്ഥിതി, ഭാഗ്യാധിപൻ സുഖസ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ 9ാം ഭാവാധിപനായ ആദിത്യൻ ബലവാനായിട്ട് നിൽക്കുന്നു. ദൈവാധീനമുണ്ട്, ഭാഗ്യമുണ്ട്, പൊതുവെ വിജയങ്ങൾ വന്നു ചേരും. മെഡിക്കൽ സംബന്ധമായ വിദ്യാഭ്യാസ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന അധ്യാപകർക്കും പഠിക്കുന്നവർക്കും ഒക്കെ നല്ല ഒരു ആഴ്ച. ഉള്ള തൊഴിൽ നഷ്ടപ്പെടണം അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം എന്ന് തോന്നുന്ന സാഹചര്യമാണ് ഇപ്പോൾ. ഏതെങ്കിലും കാരണത്താൽ സഹപ്രവർത്തകരുടെയോ അല്ലെങ്കിൽ ശമ്പളക്കുറവ് മൂലമോ ഡ്യൂട്ടിക്ക് എത്തുവാൻ ദൂരമാണ്, എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ജോലി രാജിവെക്കുവാനും പുതിയതിനെ ശ്രമിക്കുവാനും മനസ്സിന് പ്രചോദനം ലഭിക്കുന്ന സമയമാണ്. എന്നിരുന്നാലും പുതിയ ജോലി കിട്ടുവാൻ അത്ര എളുപ്പമില്ലാത്തതിനാൽ ഈ നക്ഷത്രക്കാർ ഉള്ള ജോലി നഷ്ടപ്പെടാതെ നോക്കുകയും കൃത്യസമയത്ത് ഹാജരാകുന്നതിനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ ധനനഷ്ടം ഉണ്ടാകുകയും തൊഴിൽ നഷ്ടപ്പെടുകയും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനും ഒക്കെ പിന്നീട് സൂചനകളുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ നല്ലതാണ്. വിദ്യാർത്ഥികൾക്കും വിദ്യവും വന്നിച്ച് പരീക്ഷയ്ക്ക് എഴുതുന്ന ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് നല്ലതാണ്. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. ഭാഗ്യസ്ഥാനമായ 5ാം ഇടത്ത് സർവേശ്വരകാരകനായ വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ കൂടെ ഭാഗ്യാധിപനായ ശുക്രനും, കൂടാതെ 9ാം ഭാവാധിപനായ ബുധൻ ബലവാനായിട്ട് മേടൻ രാശിയിൽ സുഖസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ഉത്തമ വാഹനയോഗവും ഉത്തമ ഗൃഹയോഗവുമുള്ള ഒരു ആഴ്ചയാണ്. അതായത് ഒരു വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ വീടൊന്ന് പുതുക്കിപ്പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ അതിനുള്ള ധനം അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുകയോ അങ്ങനെ ഒരു ഗൃഹം പണിയുന്നതിന് വാക്ക് ഉറപ്പിക്കുകയോ തീരുമാനമെടുക്കുകയോ ഒക്കെ ചെയ്യുക. മാതാപിതാക്കൾക്കും പൊതുവെ ഐശ്വര്യപൂർണ്ണമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപ്രദമാണ്. തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും ഉണ്ട്. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദവും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഇവരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമാണ്. 7.5 ശനി ജന്മത്തിൽ അനുഭവിക്കുന്ന സമയം. എങ്കിലും അതിൽ നിന്നെല്ലാം മുക്തരായിട്ട് ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. ശനിയുടെ ബന്ധത്തിൽ നിന്ന് വ്യാഴം വിടുതൽ വന്നിരിക്കുന്നു. സുഖസ്ഥാനത്ത് ശുക്രൻ സ്വക്ഷേത്രമായിട്ട് നിൽക്കുകയും അങ്ങനെയുള്ളിടത്ത് വ്യാഴവും ബലവാനായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ 9ാം ഭാവാധിപൻ്റെ സ്ഥിതി കൊണ്ടും ഒക്കെ നല്ലതാണ്. രാജയോഗകാരകനായ ശുക്രൻ സുഖസ്ഥാനത്ത് നിൽക്കുമ്പോൾ മാതാവിനും മാതൃതുല്യരായവർക്കും വാഹന സംബന്ധമായിട്ടും കുടുംബത്തും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ ഈ ആഴ്ച നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരും. മനസ്സ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറുന്നതിനുള്ള സമയമാണ്. വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ശത്രുക്കൾ വർദ്ധിക്കാതെ നോക്കണം. തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേരുകയും അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും ഉണ്ട്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അത് സാധിക്കുന്ന രീതിയിൽ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. മീനം രാശിക്കാരായിരിക്കുന്ന പൂർട്ടാതി 4ാം പാദ ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. അവർക്ക് ഇപ്പോൾ ദൈവാധീനം ഒരു അല്പം കുറഞ്ഞിരിക്കും. 7.5 ശനി ആരംഭിച്ചിരിക്കുന്ന കാലവുമാണ്. രാശിയിൽ രാഹു കൂടി നിൽക്കുന്നതിനാൽ ഏതെങ്കിലും തരത്തിൽ കൊള്ളുകയറാത്ത സുഹൃത്തുക്കളെയൊക്കെ കിട്ടുന്നതിനും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വർദ്ധിക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ വന്നുപെടാതെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് യുവതികളായാലും യുവാക്കളായാലും മധ്യവയസ്കരായാലും ആവശ്യമാണ്.
വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ജീവിക്കുന്നവർക്കും വളരെ പ്രശ്നങ്ങൾ സൂചകമാണ്. പലതരത്തിൽ രോഗാതി ദുരിതങ്ങളോ സാമ്പത്തിക നഷ്ടങ്ങളോ ഒക്കെ വരാതെ ശ്രദ്ധിക്കുക. മാനസികമായിട്ട് അകൽച്ച ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. പിണക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. പറഞ്ഞു തീർക്കുക. അന്നന്ന് പ്രശ്നങ്ങൾ. സ്നേഹിച്ച് കഴിഞ്ഞിരുന്നവരാണല്ലോ, എന്തിനാണ് പിന്നെ പിണങ്ങിയിരിക്കുന്നത്? സന്തോഷകരമായിട്ട് ജീവിക്കുക. തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിതമായ ചില ധനാഗമന യോഗങ്ങളൊക്കെ ഉണ്ടാകും. നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോകുന്നതിനും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും സഹോദര സ്ഥാനികൾക്കും നല്ല സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുക വഴി സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുന്നതിനൊക്കെ ഈ മീനൻ രാശിക്കാർക്ക് യോഗമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.